സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും ഏകാദശി വ്രതം എടുക്കുന്നവരാണ് അല്ലെ? ഏകാദശി വ്രതം എടുക്കുന്നവരെല്ലാവരും തന്നെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏകാദശി വ്രതം എടുക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആർക്കൊക്കെ അറിയാം ഈ ഏകാദശിയുടെ കഥ? ഈ ഏകാദശിയുടെ കഥ അറിയാതെ ഏകാദശി വ്രതം എടുത്തുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി വ്രതം എടുത്താൽ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം, ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഉന്നത ഉയർച്ചയിലേക്ക് എല്ലാവിധ സർവ്വ സൗഭാഗ്യങ്ങളും നൽകുന്ന ഒന്നാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ആ അനുഗ്രഹത്തിന് പാത്രീഭാവമാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജന്മാന്തര പുണ്യമായിട്ട് വേണം നമുക്ക് കരുതാൻ. അപ്പോൾ ഏകാദശി വ്രതം ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് എല്ലാവരും വ്രതം എടുക്കാറുണ്ട്. പക്ഷേ ഈ ഏകാദശിയുടെ കഥയെക്കുറിച്ച് കൃത്യമായിട്ട് ആർക്കും ഒരു ധാരണയുമില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആരും ശ്രമിച്ചിട്ടില്ല. ഇനി ഒരു കാരണവശാലും ആരും ഏകാദശിയുടെ കഥ എന്താണ് എന്നറിയാൻ വയ്യ എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ ഈ ഏകാദശിയുടെ കഥ കൃത്യമായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് എന്താണ് ഏകാദശിയുടെ കഥ എന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ നോക്കാം അല്ലേ? ഏകാദശി പുരാണ കഥകൾ അനുസരിച്ച് ഒരു ദേവിയാണ്. അതായത് ഏകാദശി ദേവിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ദേവി വിഷ്ണുവിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അതായത് ഇത് സംബന്ധിച്ചുള്ള കഥ ഞാൻ പറഞ്ഞു തരാം. അതായത് ബ്രഹ്മദേവൻ സൃഷ്ടിച്ച അസുരനാണ് താലജങ്കൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബ്രഹ്മദേവൻ സൃഷ്ടിച്ച ഒരു അസുരനാണ് താലജങ്കൻ. അദ്ദേഹത്തിന്റെ മകൻ മുരൻ. ഇരുവരും ചന്ദ്രാവതി പുരിയിലാണ് താമസമാക്കിയിരുന്നത്. അപ്പോൾ അവർ ഇന്ദ്രലോകം ആക്രമിക്കുകയും ദേവേന്ദ്ര സ്ഥാനം തട്ടിയെടുക്കുകയും ചെയ്തപ്പോൾ ദേവന്മാർ മഹാദേവനെ ശരണം പ്രാപിച്ചു. മഹാദേവനാകട്ടെ അവരെ വിഷ്ണുവിങ്കിലേക്ക് അയച്ചു. ദേവന്മാർ വിഷ്ണുവിനോട് സങ്കടമുണർത്തിച്ചപ്പോൾ വിഷ്ണുവിൽ നിന്ന് സുന്ദരിയും അതീവ ശക്തിശാലിയുമായ ഒരു ദേവി ഉത്ഭവിച്ചു. അന്ന് ഏകാദശി ദിവസമായതുകൊണ്ട് ദേവിക്ക് ഏകാദശി ദേവി എന്ന് പേരിടുകയും ചെയ്തു. ദേവി മുരനെ നേരിടുകയും വധിക്കുകയും ചെയ്തു. അപ്പോൾ ഈ കഥയിൽ ചോദ്യമില്ലെന്നാണ്, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ആരാണ് ഈ മുരൻ? ബ്രഹ്മദേവൻ സൃഷ്ടിച്ച അസുരനാണ് താലജങ്കൻ. അദ്ദേഹത്തിന്റെ മകനാണ് മുരൻ. അപ്പോൾ മഹാവിഷ്ണു സൃഷ്ടിച്ച ഏകാദശി ദിവസം സൃഷ്ടിച്ച ദേവി ആയതുകൊണ്ടാണ് ആ ദേവിയെ നമ്മൾ ഏകാദശി ദേവി എന്ന് പേരിടുകയും ചെയ്തത്. ആ ദേവി മുരനെ നേരിടുകയും വധിക്കുകയും ചെയ്തു. വിഷ്ണുവിന് വളരെയധികം സന്തോഷമായി. എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ സ്വന്തം പേരിൽ ഒരു വ്രതം ഉണ്ടാവണമെന്നും അത് എല്ലാ വ്രതങ്ങളിലും ശ്രേഷ്ഠമായിരിക്കണമെന്നും അത് അനുഷ്ഠിക്കാത്തവർക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും ദേവി ആവശ്യപ്പെട്ടു. വിഷ്ണു അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഏകാദശി വ്രതം ഉണ്ടായത്. വിഷ്ണുവിൽ നിന്നും ഉത്ഭവിച്ച ദേവി മുരനെ കൊന്നതുകൊണ്ട് വിഷ്ണുവിന് മുരാരി എന്ന പേര് ഉണ്ടായത്. അപ്പോൾ അത്രയധികം മഹത്തരമാണ് ഈ ഏകാദശി വ്രതം എന്ന് പറയുന്നത്. ഏകാദശി വ്രതം എടുക്കുന്ന എല്ലാവർക്കും വിഷ്ണു ഭഗവാന്റെയും ദേവിയുടെയും ഒക്കെ അനുഗ്രഹത്തിന് പാത്രീഭാവമാവുകയും അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുകയും നമുക്ക് വേണ്ട എല്ലാവിധ സർവ്വ സൗഭാഗ്യങ്ങളും ഭഗവാൻ നമുക്ക് നൽകുകയും ചെയ്യുന്ന ഒരു വ്രതമാണ് ഏകാദശി വ്രതം. അപ്പോൾ ഏകാദശിയുടെ കഥ അറിയാൻ വയ്യാതെ നമ്മൾ ഏകാദശി വ്രതം എടുത്തതുകൊണ്ട് യാതൊരു പ്രയോജനവും ഒരിക്കലും ലഭിക്കുകയില്ല. അപ്പോൾ ഈ കഥ നമ്മൾ എല്ലാവരും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ
ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവോടുകൂടി നമ്മൾ വ്രതമെടുത്താൽ നമുക്ക് ഏകാദശി നാളിൽ വ്രതമെടുക്കുമ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാനിൽ നിന്ന് ലഭിക്കുന്നതിന് കാരണമായി തീരുകയും അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ദുരിതങ്ങളും ദുഃഖങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്യും. അപ്പോൾ ഏകാദശിയുടെ കഥ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആണ് ഇന്നത്തെ അധ്യായം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കും. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.